നമസ്കാരം. മുനമ്പത്തുകാരെ ദൈവം രക്ഷിച്ചു. ഏറ്റവും ആപൽക്കടമായ ഒരു ജോലി ചെയ്യുന്ന, കടലിലിറങ്ങി മീൻ പിടിക്കുന്ന ആ പാവം മത്സ്യത്തൊഴിലാളികളെ എങ്ങനെയാണ് ഒരു മനുഷ്യ സമൂഹത്തിന് വഞ്ചിക്കാനാവുക? അവിടെ മാതാവിൻ്റെ പ്രസൻസിലാണ് അവർ പ്രാർത്ഥിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ അംശത്തെ ദൈവം മാതാവിൻ്റെ വയറിലാണിട്ടത്. ദൈവപുത്രൻ മാതാവ് വഴി പ്രാർത്ഥിക്കുന്നതൊക്കെ കേൾക്കും. മാതാവ് അപേക്ഷിച്ചു, എൻ്റെ മക്കളെ രക്ഷിക്കുക. അങ്ങനെ ദേവദൂതന്മാർ മക്കളെ രക്ഷിച്ചു. ഇനി മുനമ്പത്തുകാരെ നിങ്ങൾക്ക് ആശ്വസിക്കാം. നിങ്ങൾ വിയർപ്പൊഴുക്കി കടലിലിറങ്ങി ഉണ്ടാക്കിയ ആ സ്വത്തുക്കളൊന്നും ആരും കൊണ്ടുപോകില്ല. പിന്നെ ഇതിനെ എതിർക്കുന്നവർ, വഖഫ് ബോർഡിൻ്റെ ഈ നിയമം വന്നപ്പോൾ അതിനെ എതിർക്കുന്നവരിൽ അതിൻ്റെ വഖഫ് ബോർഡ് ഒഴിച്ചിട്ടുള്ള ബാക്കി സാധാരണ മുസ്ലിംസും ഉണ്ടാവും. നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങൾ ഒരു ആയുസ് മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലും മറ്റും വെയിലത്ത് പണിയെടുത്ത് ഒരു ചെറിയ കൂര ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടതുണ്ടാക്കുന്നു, നിങ്ങളുടെ കുട്ടികളെ കെട്ടിച്ചയക്കണം. അപ്പോഴാണ് വരുന്നത് അത് വഖഫിൻ്റെ ഭൂമിയാണെന്ന്. നിങ്ങൾ മുസ്ലിമാണെന്ന് പറഞ്ഞ് അവരെന്തെങ്കിലും തരുമോ? ഇല്ല, വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എല്ലാവരും സഹോദരങ്ങളെപ്പോലെ ഖുറാനിലും അതുപോലെ ബൈബിളിലും അതുപോലെ ഭാഗവതത്തിലും ഒക്കെ പറയുന്ന സ്നേഹത്തോടു കൂടിയുള്ള ആത്മീയ സാഹോദര്യത്തോടു കൂടി ഒരുമിച്ച് നിന്നാൽ നമ്മുടെ കേരളം ഒരു സ്വർഗമാക്കാൻ പറ്റും. ഒരിക്കലും സാത്താൻ്റെ വലയിൽ നിങ്ങൾ വീഴരുത്. അതുപോലെ തന്നെ സാത്താൻ്റെ വചനങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കുകയും അരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇതൊരു വലിയ വിജയമാണ് ഇന്ത്യൻ ജനതയെ സംബന്ധിച്ച്. കാരണം നമ്മൾ ഇത്രയും വർഷങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്തു നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നാൽ ആലോചിച്ച് നോക്കൂ. ഓരോ മതക്കാരും, മതമൊന്നും ഇന്നില്ലേ ഇവിടെ മനുഷ്യത്വമേ ഉള്ളൂ. മാതാവിന് സ്തുതിയായിരിക്കട്ടെ.